ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരിക്കൊക്കെ എടുക്കൂലേ, അത് വറുത്തത് വറുക്കാത്ത എങ്ങനത്തെയാലും കുഴപ്പമില്ല, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അര കപ്പ് ഗോതമ്പ് പൊടിയില്ലേ, അത് എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി പൊടികൾ പിന്നിട്ട് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിൽ അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഇരിക്കുന്നത് ഒഴിവായി കിട്ടും. പിന്നെ ഇതിലേക്കൊരു അര കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അര കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി ഇതാ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിയിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഇനി ഇതാ അരച്ച് വെച്ച മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നേരത്തെ ചേർത്ത് വെക്കണ്ട, നമ്മൾ ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ നേരിയ രീതിയിൽ പരത്തിയെടുക്കുക. ദോശ ചുട്ടെടുക്കൂലേ, അതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൽ നന്നായിട്ട് ബബിൾസൊക്കെ വന്നു തുടങ്ങും. ഇതൊന്ന് അടച്ച് വെക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കവർ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യ് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയി കിട്ടും. ഇതിലേക്ക് മസാല ദോശ റെഡിയാക്കൂലേ, അങ്ങനെ മസാല ആക്കിയിട്ട് അങ്ങനെ റെഡിയാക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നെയ്യാക്കിയതിന് ശേഷം ഇത് കോരി മാറ്റുന്നുണ്ട്. പിന്നെ തോന്നേരം വെക്കണമെന്നില്ല, ഒന്നുകൂടിയും മുരിഞ്ഞിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ദോശ ചുട്ടെടുക്കുക. ഇനി ഇതാ വേറെ രീതിക്ക് ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് അധികം തന്നെ മാവ് ഒഴിച്ച് കൊടുക്കുക, കുറച്ച് കനത്തിലാക്കിയിട്ട് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്താൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചില്ലേ ഉള്ളി മുളക് മിക്സ്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. സാധാരണ നമ്മൾ അരിദോശ അരച്ചിട്ട് റെഡിയാക്കൂലേ, അപ്പോൾ അതിലേക്ക് ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. എന്നിട്ട് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റാണ്. അപ്പോൾ നല്ല സിമ്പിളല്ല റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരം വൈകി എണീറ്റാലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.